ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 തന്നെ നടന്ന LDC തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുഴുവൻ വേണമെന്നുള്ളവർക്ക് ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്ന ക്ലാസ്സുകൾ പോയി കാണാം. എല്ലാതും എടുത്തിട്ടുണ്ട്. അതിലെ GK അടക്കം എല്ലാതും എടുത്തിട്ടുണ്ട്. ഇത് സയൻസിന്റെ മാത്രം ടോപ്പിക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ് ആ വീഡിയോ. ഇതിലെ മുഴുവൻ ആൻസറുകളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് സയൻസിന്റെ മാത്രം ക്ലാസ് ആയതുകൊണ്ട് തന്നെ സയൻസിലെ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇലക്ട്രോൺ ആണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. 32, ഇരുമ്പിന്റെ പ്രധാന അയിരേത്? ആൻസർ ഓപ്ഷൻ ഡി, ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് നമ്മൾ പഠിച്ചിരുന്നു, അലുമിനിയത്തിന്റെ. ഇത് ഹേമറ്റൈറ്റ്, ഇരുമ്പിന്റെ. 33, പീരിയോഡിക് ടേബിളിലെ അതായത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, 18 ഗ്രൂപ്പുകളാണുള്ളത്, 7 പീരിയഡ്സും. ഇനി 34ാമത്തെ ചോദ്യം. 33 കഴിഞ്ഞ് 34ാമത്തെ ചോദ്യം, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഓക്സിജൻ ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ. 35, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. 36, ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ആൻസർ ഓപ്ഷൻ സി, വായുവിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ഇനി 37, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 3ാമത്തെ ചലന നിയമത്തിലാണ് ഇത് പറയുന്നത്. 38ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ, 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. 39ാമത്തെ ചോദ്യമാണ് അടുത്തത്. ജലം ഐസാകുന്ന താപനില? ആൻസർ ഓപ്ഷൻ എ, 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഐസാകുന്നത്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏത്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എല്ലാതിന്റെ യൂണിറ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 41ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി 42, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ എ ആണ്. കാഴ്ചശക്തി ലഭിക്കുന്നതിനായിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ. 43, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സെറിബെല്ലമാണ് നമ്മുടെ പ്രവർത്തനത്തെ, അതായത് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ്. ഇനി 44, DPT വാക്സിൻ ഫലപ്രദമല്ലാത്ത താഴെ പറയുന്ന ഏത് രോഗത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി, പോളിയോയ്ക്ക് DPT വാക്സിൻ ഫലപ്രദമല്ല. ഇനി 45ാമത്തെ ചോദ്യം, മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ എ, തെങ്ങിന്റെ വിളയുടെ സങ്കര ഇനമാണ്. തെങ്ങിന്റെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ് എന്ന് പറയുന്നത്. 46, പേപ്പട്ടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, ലൂയി പാസ്റ്റർ ആണ് ആദ്യമായി പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. 47, മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, തിമിരമാണ്. ലെൻസിന്റെ പ്രകാശം കടത്തിവിടാതിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. 48ാമത്തെ ചോദ്യം, 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണെന്നുള്ളതാണ്.
ആൻസർ ഓപ്ഷൻ സി വാൻഗാരി മാതായാണ് അതിന്റെ ആൻസർ. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ച സംഘടനയുടെ വനിത ആരാണെന്ന് ചോദിച്ചാൽ വാൻഗാരി മാതായാണ്. ഇനി 49ാമത്തെ ചോദ്യം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളുമാണ്. ഇനി അവസാന ചോദ്യം 50ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസുകളാണ് മൊത്തത്തിലുള്ളത്. 50ൽ 20 ക്വസ്റ്റ്യൻസ് ആണ് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഇതനുസരിച്ച് ഇനിയുമുള്ള ചോദ്യങ്ങൾ വരാം. ഈ 2021 നടക്കുന്ന പ്രിലിംസിന് ഏറ്റവും അധികം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായി എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.